ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു കറണ്ട് അഫയർ വീഡിയോ ആണ്. കറണ്ട് അഫയറിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് സിലബസുമായി ബന്ധപ്പെട്ടത് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കറണ്ട് അഫയർ പഠിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതുവരെ നമ്മുടെ കയ്യിലുള്ളത് 14 വീഡിയോ ആണ്. ഇത് ക്ലാസ് 15 ആണ്. നിങ്ങൾ ഇതേ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അഫയറുമായി ബന്ധപ്പെട്ട വീഡിയോസ് കാണും, സിലബസുമായി ബന്ധപ്പെട്ട വീഡിയോസ് കാണും. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗമാണ് ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ള ഒരു കറണ്ട് അഫയർ ആണ്. അതിന്റെ പേരാണ് പി എം ശ്രീ സ്കീം. ഓക്കെ, പി എം ശ്രീനെ കുറിച്ച് ഇപ്പൊ കൂലങ്കഷമായി ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത് നമ്മുടെ 2022 വന്നിട്ടുള്ള ഒരു സ്കീമാണ്. സാർ, ഈ 2022 വന്നിട്ടുള്ള സ്കീം എങ്ങനെയാ കറണ്ട് അഫയർ ആയി എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. കാരണം കൂലങ്കഷമായിട്ട് ഇപ്പോ കേരളത്തിലെ ഏത് ചാനൽ എടുത്താലും എവിടെ ആയാലും ഡിസ്കഷൻ നടക്കുന്നത് എന്താണ്? പി എം ശ്രീയെ കുറിച്ചാണ്. സാർ, ന്യൂസിൽ വന്നത് കൊണ്ടാണോ ഇത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയർ ആയത്? ന്യൂസിൽ ഒരുപാട് കാര്യങ്ങൾ പറയും, അത് മുഴുവൻ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കാറില്ല. ഇത് എടുക്കാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞ നമുക്കൊരു ഭാഗം പഠിക്കാനുണ്ട്. അവിടെ പി എം ശ്രീയെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. സർ, പി എം ശ്രീ ഇന്ത്യൻ ഹിസ്റ്ററി പറഞ്ഞിട്ടുണ്ട്? അങ്ങനെയല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കേട്ടോ. ഓക്കെ, നമുക്ക് ഇതിനെ കുറിച്ചെല്ലാം പഠിക്കാൻ വേണ്ടി ക്ലാസ്സിലോട്ട് പോകാം. എന്റെ പേര് കിരൺ. @കിരൺ PSC സ്റ്റഡി സർക്കിൾ എന്ന് പറഞ്ഞ ടെലഗ്രാം ഗ്രൂപ്പാണ്. @കിരൺ സ്റ്റഡി സർക്കിൾ ഡിഗ്രി എന്ന് പറയുന്ന ഒരു ടെലഗ്രാം ഗ്രൂപ്പാണ്. നിങ്ങൾ കോമൺ PSC ക്കാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കിരൺ PSC സ്റ്റഡി സർക്കിളിൽ ജോയിൻ ചെയ്യുക. അല്ല, നിങ്ങൾ എന്താ ഡിഗ്രി ലെവൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കിരൺ സ്റ്റഡി സർക്കിൾ ഡിഗ്രി എന്ന് പറഞ്ഞ ചാനലിൽ ജോയിൻ ചെയ്യാം. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ, എങ്കിൽ ഇതാ നോക്കിക്കോളൂ. ഓക്കെ, നമ്മുടെ കറണ്ട് അഫയർ സ്ട്രാറ്റജി എങ്ങനെയാണെന്ന് നോക്കാം. ഒന്ന്, ഒരു സെപ്പറേറ്റ് ബുക്ക് വേണം കറണ്ട് അഫയറിന് വേണ്ടിയിട്ട്. ഈ കറണ്ട് അഫയറിൽ സിലബസുമായി റിലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയർ മാത്രമേ നിങ്ങൾ എഴുതുള്ളൂ. വേറെ ഒന്നും നിങ്ങൾ എന്തില്ല, എഴുതില്ല. ഇത് റെഗുലർ ആയിട്ട് റിവൈസ് ചെയ്യാം. ഓക്കെ, ഏത് എക്സാമിനാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അതിന്റെ ഒരു മാസം മുമ്പ് ഈ ബുക്ക് മാത്രം എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. മാക്സിമം കറണ്ട് അഫയർ എന്തെന്നായിരിക്കും കിട്ടുന്നതായിരിക്കും. കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 20 കറണ്ട് അഫയർ ഉണ്ടെങ്കിൽ 18. ഇപ്പൊ CPO പോലുള്ള എക്സാംസിന് 10 കറണ്ട് അഫയർ ഉണ്ടെങ്കിൽ 8. ഓക്കെ, ഡിഗ്രി പോലുള്ള എക്സാംസിന് 15 കറണ്ട് അഫയർ ഉണ്ടെങ്കിൽ 13. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പറയുക. കാരണം ഓരോന്നിനും ഓരോ ലെവലിലല്ല ഉണ്ടാവുക. ഓക്കെ, ഇന്നത്തെ കറണ്ട് അഫയർ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിലാണ്. ഓക്കെ, ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ള കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കാലോ. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം. ഇപ്പൊ കറണ്ട് അഫയർ ഒന്നും ഇല്ലല്ലോ. ബ്രിട്ടീഷ് ആധിപത്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം. വല്ല 100 വർഷമോ 150 വർഷമോ 500 വർഷമോ ഒക്കെ ആവട്ടെ, ശരി. സ്വദേശി പ്രസ്ഥാനം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, വർത്തമാന പത്രങ്ങൾ, സ്വാതന്ത്ര്യ സമര കാലത്തെ സാഹിത്യവും കലയും, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു കാര്യമുണ്ട്. എന്താണ്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലെ ശാസ്ത്ര, വിദ്യാഭ്യാസ, സാങ്കേതിക മേഖലയിലെ പുരോഗതി എന്ന് പറഞ്ഞിട്ട് അവിടെ 3 ഭാഗമുണ്ട്, 2 ഭാഗമുണ്ട്. ഒന്നെന്താ? സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന. അവിടെ രണ്ടാമത് എഴുതിച്ചിട്ട് എന്താ? ശാസ്ത്ര, വിദ്യാഭ്യാസ, സാങ്കേതിക മേഖലയിലെ പുരോഗതി എന്ന് പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടില്ലേ? അപ്പൊ വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിയെ വിളിക്കുന്ന പേരെന്താ? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. വന്നത് എപ്പോഴാ? 2020 വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതല്ല ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. അതിനുശേഷം വന്നിട്ടില്ലല്ലോ. ആ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ടുള്ള ഒരു സ്കീമിന്റെ പേരാണ് PM ശ്രീ സ്കീം. ഓക്കെ, ഇപ്പോൾ ഇത് കറണ്ട് അഫയർ സിലബസുമായി ബന്ധപ്പെട്ടല്ലേ? അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, ശാസ്ത്രം, സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം. പിന്നെന്താ അവിടെ എഴുതിയിരിക്കുന്നത്? വിദേശ നയം. വിദേശ നയത്തിൽ തിയറി പഠിക്കാനില്ലേ? നമ്മള് നെഹ്റുവിന്റെ കാലഘട്ടത്തിലെ പഞ്ചശീലവും അതൊക്കെ പഠിക്കുന്നതായിരിക്കില്ലേ? ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഭാഗം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ആര്യ സമാജത്തിന് 150 വർഷമായിട്ടുണ്ട്, 100 വർഷമായിട്ടുണ്ട് വൈക്കം സത്യാഗ്രഹത്തിന്റെ. ഓക്കെ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. എന്താ പ്രശ്നം? ലാംഗ്വേജ് ഇഷ്യൂ ആണ് പ്രശ്നം. ഓക്കെ, 3 ഭാഷ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ നമുക്കുണ്ട് എന്താ? ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ പുരോഗതി. അതല്ലേ മിസൈൽ ഡിഫൻസ് എക്യുപ്മെന്റ്, അത് 2024-25 കാലഘട്ടത്തില്. ഇനി വരുമ്പോ 26 കാലഘട്ടത്തില്. ഓക്കെ, എങ്കില് ഫോറിൻ പോളിസി, റഷ്യ ഉക്രൈൻ, ഇസ്രായേൽ പാലസ്തീൻ, USA ഇറാൻ, ഓക്കെ, ഇന്ത്യ പാകിസ്ഥാൻ, ഇന്ത്യ ബംഗ്ലാദേശ്, ഇന്ത്യ നേപ്പാൾ. ഓക്കെ, ട്രേഡ് അഗ്രിമെന്റ് USA ബ്രിട്ടൻ ചിലി, UN-ന്റെ ഇൻഡെക്സ്, അത് വേൾഡ് ഹിസ്റ്ററിയുമായി വരുന്നതാണ്. 2024-25 അതിന്റെ ഡേ സ്ലോഗൻ. എന്തെങ്കിലും ഡിഫൻസ് എക്സസൈസ് കോമൺ ആയി നടന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ, ഇന്ത്യയും ചൈനയും തമ്മിൽ കോമൺ ആയിട്ട് എന്തെങ്കിലും ഡിഫൻസ് എക്സസൈസ് നടന്നിട്ടുണ്ടെങ്കിൽ ഒരു 2023-25 കാലഘട്ടത്തിൽ. ഇപ്പൊ നമ്മൾ എടുക്കാൻ മുമ്പ് 26 ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി 2 മാസമേ ഉള്ളൂ. ഓക്കെ,
ഓക്കെ. ഒക്ടോബർ കഴിയാൻ പോവാണ്, നവംബർ ഡിസംബർ. അപ്പൊ അതിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ 2026 നമ്മൾ എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ. ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്ന പോളിസിയുടെ പേരാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. ഓക്കെ. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 തന്നെയാണ് കറണ്ട് അഫയർ. എപ്പോൾ വരുന്നവരെയും സിലബസുമായി ബന്ധപ്പെട്ടതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഇതുമായി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒരു ബേസ് നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. PM3 ഓൾറെഡി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സാർ അവിടെ PSC ഇല്ലല്ല, PSC വന്നിട്ടില്ല. ഓക്കെ. ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമല്ലല്ലോ PSC ഉള്ളത്, മറ്റ് സംസ്ഥാനങ്ങളിലെ മഹാരാഷ്ട്ര PSC ഉണ്ട്, UP PSC ഉണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥലത്തില്ലേ. അപ്പൊ അവിടെ ഹരിയാന PSC ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും. കാരണം നമുക്ക് ഒന്ന് മനസ്സിലാവണല്ലോ. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാം, പോകാം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്, ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി. നമുക്ക് വേണ്ടത് എന്താ, വിദ്യാഭ്യാസം. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പുരോഗതി എന്താ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 പുറത്ത് ഒരുപാട് സ്കീം ഉണ്ടോ, ഉണ്ട്. ആ സ്കീമൊക്കെ ഒന്ന് നോക്കണം. അതിൽ ഇമ്പോർട്ടന്റ് ആയ സ്കീം ഏതാ, PM3 സ്കീം. ഓക്കെ. സാർ കാര്യങ്ങളൊക്കെ മനസ്സിലായി. നിന്ന് കഥാപ്രസംഗം പറയാതെ ആ കാല് തല്ലി ഒടിക്കല്ലോ, അല്ല, ക്ലാസ് എടുക്കും സാറേ. അതെ, നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് എടുക്കാം. എടുത്തോ. PM3 പദ്ധതി. ഓക്കെ. ഇപ്പോ പഞ്ചാബിന് ശേഷം PM3 പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെക്കാൻ വേണ്ടി ഡൽഹി സർക്കാർ തീരുമാനിച്ചു. ഓക്കെ. പഞ്ചാബ് സർക്കാർ ആദ്യം PM3 നടത്തില്ല എന്ന് പറഞ്ഞു. ഇതെല്ലാം ഇവിടെ മൊത്തം ഇപ്പൊ പ്രശ്നം. PM3 നടത്തണോ വേണ്ടയോ, ധാരണാപത്രം ഒപ്പിട്ടോ, എന്തുകൊണ്ടാണ് ഒപ്പിട്ടത്, എന്തുകൊണ്ടാണ് CPI അതിനെ എതിർക്കുന്നത്, എന്തുകൊണ്ടാണ് ബാക്കിയുള്ളവരെ എതിർക്കുന്നത് എന്നൊക്കെയല്ലേ ചോദ്യമുള്ളത്. നമുക്ക് പൊളിറ്റിക്സിലേക്ക് ഇപ്പൊ തൽക്കാലത്തേക്ക് പോകേണ്ട കാര്യമില്ല. നമുക്കറിയേണ്ടത് PM3 ആണ്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, പഞ്ചാബിന് ശേഷം ഡൽഹി എന്ത് ചെയ്തു, ഒപ്പുവെക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഓക്കെ. PM3 പങ്കെടുക്കാൻ ചെയ്യില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഡൽഹി, പഞ്ചാബ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾക്കുള്ള സമഗ്ര ശിക്ഷാ അഭിയാൻ SSA, ഓക്കെ, ഈ സമഗ്ര ശിക്ഷാ അഭിയാന്റെ ഫണ്ട് കേന്ദ്രം എന്ത് ചെയ്തു, നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ന്യൂസ് ഒരു ഐഡിയ കിട്ടുന്നുണ്ട്, ഒരു 1500 കോടി നമുക്ക് കിട്ടാനുണ്ട് കേരളത്തിന്, എവിടെ, എഡ്യൂക്കേഷനിൽ. അത് ആര് നിർത്തിവെച്ചു, കേന്ദ്രം നിർത്തിവെച്ചു. എന്നിട്ട് അവര് പറഞ്ഞു ഈ പരിപാടി നടത്തിയാലേ ഞങ്ങൾ പൈസ തരുള്ളൂ. അങ്ങനെ ഡൽഹി, പഞ്ചാബ്, പശ്ചിമ ബംഗാൾ നടത്തില്ല എന്ന് പറഞ്ഞിട്ട് അവർ ലാസ്റ്റ് എന്ത് ചെയ്തു, സൈൻ ചെയ്യേണ്ടി വന്നു. അതേപോലെ ഓക്കെ 23/10/2025 എന്ത് ചെയ്തു, MOU. ഓക്കെ. ഈ PM3 ചേരണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, എന്താ പറയാ, ധാരണാപത്രം ഒപ്പിടണം. ഓക്കെ. മെമ്മോറാണ്ടം ഒപ്പിടണം. അത് ഒപ്പിട്ടുമാര് കേരള സർക്കാർ. ഓക്കെ. കേരള സർക്കാരിന് വേണ്ടിയിട്ട് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്ന K. വാസുകിയും ഇന്ത്യ ഗവൺമെന്റിന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഇവരാണ് ഈ സൈൻ ചെയ്തിരിക്കുന്നത്. അതിനുശേഷമാണ് ഈ പരിപാടി എല്ലാം എന്ത് ചെയ്തത്, പുറത്തു വന്നത്, ഭയങ്കര ഇഷ്യൂ ആയിട്ട് മാറിയത്. അപ്പൊ ഇത്രയും കാര്യം ഓക്കെ അല്ലേ. എങ്കിൽ നമുക്ക് നോക്കാലോ. ഓക്കെ. അതെ, എങ്കിൽ എന്താണ് സമഗ്ര ശിക്ഷാ അഭിയാൻ? സമഗ്ര ശിക്ഷാ അഭിയാൻ ഫണ്ടല്ലേ നിർത്തിയത്. അപ്പൊ ആദ്യം നമുക്ക് നോക്കേണ്ടത് എന്താണ് സമഗ്ര ശിക്ഷാ അഭിയാൻ എന്ന് പറയുന്നത്. പ്രീ സ്കൂൾ മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം. അപ്പൊ സ്കൂളിൽ കയറുന്നതിന് മുമ്പ് തൊട്ട് നമ്മൾ പ്രീ സ്കൂൾ കൊടുക്കുമല്ലോ കുട്ടികൾക്ക്. ആ പ്രീ സ്കൂൾ മുതൽ 12ാം ക്ലാസ് വിദ്യാഭ്യാസം എങ്ങനെ ഗുണനിലവാരത്തിൽ ഏർപ്പെടുത്താം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ എന്ന് പറയുന്നത്. ഓക്കെ. ഈ സമഗ്ര ശിക്ഷാ അഭിയാനില് സർവ ശിക്ഷാ അഭിയാൻ SSA, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ RMSA, അധ്യാപക വിദ്യാഭ്യാസം TE എന്നീ 3 സ്കീമുകൾ ഉൾപ്പെടുന്നു. അപ്പൊ ഇതില് ആദ്യം അധ്യാപകരെ പഠിപ്പിക്കും. സർ, കുട്ടികളല്ല പഠിപ്പിക്കേണ്ടത്, കേക്ക്. ആദ്യം അധ്യാപകരെ പഠിപ്പിക്കും. എന്ത്, കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം. പഴയ രീതിയിൽ പഠിപ്പിച്ചാൽ പോരാ, കുട്ടികൾ എന്ത് ചെയ്യണം, അവരുടെ കല പ്രോത്സാഹിപ്പിക്കണം. അവർക്ക് സ്പോർട്സിലാണെങ്കിൽ ആ കാര്യം പ്രോത്സാഹിപ്പിക്കണം. കാണാപ്പാഠം പറയുന്നതല്ല എന്ത്, ജീവിതം എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എന്നെല്ലാം എന്ത് ചെയ്യുന്നു, പഠിപ്പിക്കുന്നു. ഓക്കെ. അതിന് ആദ്യം അധ്യാപകർ മാറണ്ടേ, എന്നാലല്ലേ ബാക്കിയുള്ള സ്ഥലത്ത് കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന അധ്യാപകരെ പഠിപ്പിക്കും. TE, ടീച്ചർ എഡ്യൂക്കേഷൻ. ഓക്കെ. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ RMSA, സർവ ശിക്ഷാ അഭിയാൻ SSA, ഇതെല്ലാം കൂടി ഉൾപ്പെട്ടിട്ടുള്ള പ്രോഗ്രാമിന്റെ പേരാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, പ്രീ സ്കൂളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. എത്രാം ക്ലാസ് വരെ ഉണ്ട്, 12ാം ക്ലാസ് വരെ ഉണ്ട്. സാർ, അപ്പോ എന്താ പറയാ, കോളേജ് ആണെങ്കിൽ അതിന് വേറെ സംഭവം ഉണ്ട്. UGC ഒക്കെ ഉണ്ട്, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഒക്കെ ഉണ്ട്. അവരൊക്കെ എന്ത് ചെയ്യും, നോക്കിക്കോളും. NACന്റെ അക്രഡിഷൻ ഒക്കെ ഉണ്ട്. അത് നമുക്ക് വേറെ സന്ദർഭത്തിൽ എന്ത് ചെയ്യാം, നോക്കാം. ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കുട്ടി പ്രീ സ്കൂൾ തുടങ്ങിയതിനു ശേഷം 12ാം ക്ലാസ് വരെ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു. ഇതിനു വേണ്ടി മൊത്തം അതിന് എങ്ങനെ പഠിക്കണം, എന്താണ് പ്രോഗ്രാം, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നെല്ലാം പ്ലാൻ ചെയ്യുന്ന പ്രോഗ്രാമിന്റെ പേരാണ് SSA, സമഗ്ര ശിക്ഷാ അഭിയാൻ. ഇത്രയും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ. എങ്കിൽ
ഇത് 2 ടീകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 2 ടി, ഒന്ന് അധ്യാപകൻ, ടീച്ചർ, 2 സാങ്കേതിക വിദ്യ, ടെക്നോളജി. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ക്ലാസ്സുകളിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? എന്താ അതിന്റെ പേരെന്താ? സ്മാർട്ട് ബോർഡ് കാണാൻ പറ്റും. ഓക്കെ, നമ്മളൊക്കെ അല്ല, ഞാനൊക്കെ പഠിച്ച കാലഘട്ടത്തിലുള്ള സിറ്റുവേഷൻ പോലെ അല്ല ഉള്ളത്. നിങ്ങൾ ജെൻസി അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒന്നുണ്ടാവും, ഫുള്ള് സ്മാർട്ട് ആയിരിക്കും. സ്മാർട്ട് ക്ലാസ്, സ്മാർട്ട് റൂം, സ്മാർട്ട് ടീച്ചർ, സ്മാർട്ട് മൊബൈൽ എന്നൊക്കെ പറഞ്ഞ ആകെ സെറ്റപ്പ് എന്തായിരിക്കും? ഭയങ്കര വലുതായിരിക്കും. ഓക്കെ, എങ്കില് സമഗ്ര ശിക്ഷ അഭിയാൻ 2 ടീകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഒന്ന്, ടെക്നോളജി. പുതിയ കാലഘട്ടത്തിൽ ടെക്നോളജി വളരെയധികം ആവശ്യമാണ്, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഓക്കെ. 2, അധ്യാപകൻ. അധ്യാപകൻ മാറിയാലേ ഈ പരിപാടി എല്ലാം മാറുള്ളൂ. എന്തൊക്കെ പറഞ്ഞിട്ടും ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് തത്തമ്മേ പൂച്ച പൂച്ച എന്ന് തന്നെയാണ് പറയുന്നതെങ്കിൽ ഈ പരിപാടി മാറില്ല. ഓക്കെ, അപ്പൊ ആദ്യം മാറ്റേണ്ടത് അധ്യാപകൻ. അധ്യാപകന് ഹെൽപ്പ് കൊടുക്കേണ്ടത് എന്താ? സാങ്കേതിക വിദ്യ. അപ്പൊ സമഗ്ര ശിക്ഷ അഭിയാന് 2 ടീകളുണ്ട്. ടി നമ്പർ 1 ഈസ് ഫോർ ടീച്ചർ, ടി നമ്പർ 2 ഈസ് ഫോർ ടെക്നോളജി. ഓക്കെ, ഇനി പൈസ വേണ്ടേ? നിങ്ങൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഹിമാലയൻ സംസ്ഥാനങ്ങളിലും ജീവിക്കുന്ന ആളുകളാണെന്ന് വിചാരിക്കും. ഹിമാലയൻ സംസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉത്തരാഖണ്ഡ്, ജമ്മു കാശ്മീർ അങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ. വടക്ക് കിഴക്കൻ സംസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോകാൻ പോകുന്ന സംസ്ഥാനം 7 സിസ്റ്റേഴ്സ് കേട്ടിട്ടുണ്ടാവില്ലേ? നോർത്ത് ഈസ്റ്റ്. ഓക്കെ, ആസാം, മേഘാലയ, മിസോറാം, മണിപ്പൂർ, ത്രിപുര, ഈ സംസ്ഥാനങ്ങൾ. അവിടെ പൈസ കൊടുക്കുകയാണെങ്കിൽ 100 രൂപ ചെലവുണ്ടെങ്കിൽ അതിന്റെ 90 രൂപയും കേന്ദ്രം അടയ്ക്കും. 90 രൂപയും കേന്ദ്രം അടയ്ക്കും. അതെ, 10 രൂപ ആരടച്ചാൽ മതി? നമ്മുടെ സംസ്ഥാനം അടച്ചാൽ മതി. ഓ, എത്ര മനോഹരമായ ആചാരങ്ങൾ! ഈ ആചാരങ്ങൾ മറ്റു സംസ്ഥാനങ്ങളും ഉണ്ടോ എന്തോ? ഇല്ല. ഓക്കെ, ഇപ്പൊ സംസ്ഥാനമുണ്ട്, നിയമസഭയുള്ള കേന്ദ്ര പ്രദേശങ്ങളുണ്ട്. നിയമസഭയുള്ള കേന്ദ്ര പ്രദേശങ്ങൾ നമുക്ക് 3 എണ്ണം ഉണ്ട്. ഒന്നിന്റെ പേര് ഡൽഹി, രണ്ടാമത്തെ ഒരു പോണ്ടിച്ചേരി അല്ലെങ്കിൽ പുതുച്ചേരി, മൂന്നാമത്തെ പേര് എന്താ? കാശ്മീർ. ഓക്കെ, ഇത്രയും കാര്യം ഒക്കെ അല്ല, ജമ്മു ആൻഡ് കാശ്മീർ അങ്ങനെയുള്ള സ്ഥലം ഉണ്ടല്ലോ. അവിടെയാണെങ്കിൽ 100 രൂപ ചെലവാണെന്ന് വിചാരിക്കും ഈ പദ്ധതിക്ക്. 60 രൂപ ആരെടുക്കും? കേന്ദ്രം. 40 രൂപ ആരെടുക്കണം? സംസ്ഥാനം എടുക്കണം. ഇങ്ങനെയാണ് ഈ പദ്ധതി ഉണ്ടാവുക. ഓക്കെ, ഇത്രയും കാര്യം ഒക്കെ അല്ലേ? അപ്പൊ ഈ പദ്ധതി ഒരു കേന്ദ്ര പദ്ധതിയാണ്. ഇതെല്ലാ സംസ്ഥാനങ്ങളും എന്ത് ചെയ്യണം? നടപ്പിലാക്കണം. 100 രൂപ ചെലവാവുണ്ടെങ്കിൽ നിങ്ങൾ വടക്കു കിഴക്കൻ സംസ്ഥാനത്താണെങ്കിൽ 90 രൂപ ആരെടുക്കും? കേന്ദ്രം എടുക്കും. 10 രൂപ ആരെടുത്താൽ മതി? സംസ്ഥാനം എടുത്താൽ മതി. പക്ഷെ നിങ്ങളുള്ളത് എവിടെയാ? നിയമസഭയുള്ള ഒരു കേന്ദ്ര പ്രദേശത്തിലോ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തോ ആണ് ജീവിക്കുന്നത്. ഫോർ എക്സാമ്പിൾ കേരളമാണ്. കേരളമാണെങ്കിൽ SSAയുടെ 100 രൂപ ചെലവാകുന്നുണ്ടെങ്കിൽ അതിൽ 60 രൂപ ആരെടുക്കും? കേന്ദ്രം. 40 രൂപ ആരെടുക്കണം? സംസ്ഥാനം എടുക്കണം. ഇതാണ് പങ്കിടുന്ന രീതി എന്ന് പറയുന്നത്. ഓക്കെ, എങ്കിൽ നമുക്ക് നമ്മുടെ മെയിൻ ആളായിട്ട് വരാം. ആളുടെ പേരാണ് PM ശ്രീ പദ്ധതി. എന്താണ് PM ശ്രീ പദ്ധതി എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഓക്കെ, 2020 ദേശീയ വിദ്യാഭ്യാസ നയമുണ്ട്. എന്താ പറയാ? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. വളരെ കാലത്തിന് ശേഷം, ഒരു 1986 ശേഷം ഏറ്റവും പുതുതായിട്ട് നമ്മുടെ ഇപ്പോൾ ഉള്ള സിസ്റ്റത്തെ തന്നെ പൊളിച്ചു മാറ്റുന്ന രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു വിദ്യാഭ്യാസ നയമാണ് NEP എന്ന് പറയുന്നത്. ഈ NEP നമ്മൾ ഇതുവരെ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നില്ല കേരളം. ഓക്കെ, ആ NEPയിലെ ഒരു പ്രോഗ്രാമാണ് PM ശ്രീ പദ്ധതി. ഈ പ്രോഗ്രാം അനുസരിച്ച് നിലവിലുള്ള സ്കൂളുകൾ എന്ത് ചെയ്യും? മെച്ചപ്പെടുത്തണം. 1-2 സ്കൂളുകളല്ല, 14,500 സ്കൂളുകളെ മെച്ചപ്പെടുത്തിയിട്ട് അവയെ PM ശ്രീ സ്കൂളുകൾ എന്നാക്കുക എന്നാണ് ഈ പദ്ധതിയുടെ പേരുള്ളത്. ഓക്കെ, 2022 ആരംഭിച്ച ഒരു കേന്ദ്രീകൃത സംരംഭമാണ് PM ശ്രീ പദ്ധതി. സാർ, അപ്പൊ 2022 സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ശരി, 2022 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ നമ്മൾ ഓക്കെ പറഞ്ഞില്ലല്ലോ. ഇപ്പൊ എല്ലാം നമ്മൾ ഓക്കെ പറഞ്ഞത്. അപ്പോഴല്ല അത് ക്വസ്റ്റൻ ആയിട്ട് വരിക. ഓക്കെ, ഡൺ, ഫൈൻ. ഓക്കെ, എങ്കില് ലക്ഷ്യം എന്താ? എല്ലാ വിദ്യാർത്ഥികളുടെയും ക്ഷേമവും സുരക്ഷയും എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുക. ശരി, എല്ലാവരും നല്ല രീതിയിൽ എന്ത് ചെയ്യാം? ഇരിക്കണം. ഫോർ എക്സാമ്പിൾ, അവർക്ക് പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം, ഒരു മുട്ട ഉണ്ടാവണം, ഉച്ചയ്ക്ക് നല്ല ഭക്ഷണം കൊടുക്കണം, കുട്ടികൾ സുരക്ഷിതമായിട്ടായിരിക്കണം സ്കൂളിലേക്ക് വരേണ്ടത്. സ്കൂളിനകത്തും പുറത്തും കുട്ടികൾക്ക് എന്ത് ചെയ്യണം? സുരക്ഷ ഉറപ്പുവരുത്തണം. ആ പുറത്തുനിന്ന് വെച്ചാൽ വീട്ടിലായാലും അതൊക്കെ അധ്യാപന്റെ കടമയാണ്. അടുത്തത്, വൈവിധ്യമാർന്ന പഠനാനുഭവങ്ങളും ഗുണനിലവാരമുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പുവരുത്തുക. ഓക്കെ, ഇപ്പൊ പഠിക്കാൻ പോകുമ്പോൾ വെറുതെ ക്ലാസ് ഇരുന്നിട്ട് ഇങ്ങനെ ക്ലാസ് കേട്ടിരുന്ന് പഠിക്കുമ്പോൾ ബോറടിക്കും. അവരുടെ കല എന്ത് ചെയ്യില്ല? വളരില്ല. സർഗാത്മകത എന്ത് ചെയ്യില്ല? വളരില്ല.
പാടില്ല. സാർ എന്തോ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. ഓക്കെ മക്കളെ, ഈ വരുന്ന കാലഘട്ടങ്ങളിൽ, ഈ AI കാലഘട്ടത്തിലൊക്കെ നമ്മൾ പഴയ രീതിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഔട്ട് ആവും. നമുക്ക് എന്താ വേണ്ടത്, പുതിയ പുതിയ രീതികൾ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അപ്പൊ വൈവിധ്യമാർന്ന പഠനാനുഭവങ്ങൾ നോക്കുക, ഗുണനിലവാരമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എന്ത് ചെയ്യുക, വികസിപ്പിക്കുക. അടിസ്ഥാന സൗകര്യം പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ടാവണം, ക്ലാസ് റൂം വൃത്തിയുള്ളതായിരിക്കണം, ബെഞ്ചും ഡെസ്ക് അടിപൊളിയായിരിക്കണം, ടെക്നോളജി വേണം. അതിനുവേണ്ടി വിഭവങ്ങൾ ലഭ്യമാക്കുക എന്ന് വെച്ചാൽ എന്താ, പൈസ കൃത്യമായിട്ട് കൊടുക്കുക. അതേപോലെ സമഗ്രവും പരിപോഷിപ്പിക്കുന്നതുമായ അന്തരീക്ഷം സൃഷ്ടിക്കുക. സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്താ പറയാ, വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ആളുകൾക്ക് എന്താ പറയാ, അയ്യോ ഞങ്ങൾ പോണില്ല, കുട്ടികളൊക്കെ എന്ത് ചെയ്യും, സ്കൂളിൽ ലീവ് ആണെങ്കിൽ ആഘോഷിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. അത് മാറ്റിയിട്ട് സ്കൂൾ എന്ന് പറയുന്നത് ഒരു നല്ല അന്തരീക്ഷമാണെന്ന് മനസ്സിലാക്കുകയും അങ്ങോട്ട് പോകാൻ വേണ്ടി കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം. സാർ ലക്ഷ്യം കേട്ടിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. നല്ല ലക്ഷ്യമാണ്. എങ്കില് കേന്ദ്ര സംസ്ഥാന സംസ്ഥാനങ്ങൾക്കും നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും അവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ജമ്മു കാശ്മീർ ഒഴികെ. ജമ്മു കാശ്മീർ നിയമസഭയുള്ള ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. പക്ഷെ അതിന് ഒഴികെ ബാക്കി എല്ലാവർക്കും 60-40, 100 രൂപ ചെലവായ 60 രൂപ കേന്ദ്രം, 40 രൂപ സംസ്ഥാനം. വടക്ക് കിഴക്കൻ ഹിമാലയൻ സംസ്ഥാനങ്ങൾക്ക് അതേപോലെ ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് 90-10 എന്ന് വെച്ചാ എന്താ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി? 90-10 എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, 100 രൂപ ഉണ്ടെങ്കിൽ 90 രൂപ ആരെടുക്കും, കേന്ദ്രം, 10 രൂപ ആരെടുക്കണം, സംസ്ഥാനം. അപ്പൊ ജമ്മു കാശ്മീർ 60-40 ജമ്മു കാശ്മീർ എവിടെയാണ്, 90-10. ഇനി ഫുൾ ടു ഫുൾ കേന്ദ്രഭരണ പ്രദേശമാണെന്ന് വിചാരിക്കൂ. ഫോർ എക്സാമ്പിൾ എന്താ പറയാ, ചണ്ഡീഗഡ്, അതേപോലെ ദാമൻ ആൻഡ് ദിയു, അങ്ങനെയൊക്കെ ആണെങ്കിൽ അവിടെ ഫുൾ ടു ഫുൾ എന്തായിരിക്കും, കേന്ദ്രമായിട്ട് നോക്കുക. അത് ഫുൾ ടു ഫുൾ കേന്ദ്രത്തിന്റെ കയ്യിലല്ലേ? അതെ. ആദ്യം ചെയ്യേണ്ടത്, ഒരു PM ശ്രീ പദ്ധതി ഒരു സംസ്ഥാനം നടപ്പിലാക്കണമെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ധാരണാപത്രത്തിൽ ഒപ്പിടണം. ഇപ്പോൾ നിങ്ങൾ ന്യൂസ് കാണുന്ന ആളാണെങ്കിൽ ആദ്യം നമ്മൾ കണ്ടിട്ടുണ്ടാവുക ധാരണാപത്രം ഒപ്പിട്ടു എന്നാണ് കണ്ടിട്ടുണ്ടാവുക. PM ശ്രീയുടെ വേറെ ഒരു പരിപാടി നടന്നിട്ടില്ല, ധാരണാപത്രത്തിൽ ഒപ്പിടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. കാലാവധി എപ്പോഴാ, 2022-23 തൊട്ട് 2026-27 വരെ, അതായത് നെക്സ്റ്റ് ഇയർ മാത്രമേ അതിന്റെ കാലാവധി ഉള്ളൂ. അതിനുള്ള എന്ത് ചെയ്യണം, നമുക്ക് ഈ പരിപാടികൾ നേടിയെടുക്കണം. ആദ്യം ചെയ്യേണ്ടത്, കിട്ടിയ പൈസക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങൾ. നേരത്തെ ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇവിടെ വിദ്യാർത്ഥിയുടെ ക്ഷേമവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കണം, അടിസ്ഥാന സൗകര്യം കൊണ്ടുവരണം, വിഭവങ്ങൾ ലഭ്യമാക്കണം, ഇതെല്ലാം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഈ പരിപാടി നേടിയെടുക്കണം. 2026-27 കഴിഞ്ഞ് ആ ഫണ്ട് എന്ത് ചെയ്യും, കഴിയും. പിന്നെ കേന്ദ്രം പൈസ തരില്ല. അത് തുടർന്ന് കൊണ്ടുപോകേണ്ടത് സംസ്ഥാനങ്ങളുടെയോ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശമാണെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം എന്തായിരിക്കും, ഉത്തരവാദിത്തമായിരിക്കും. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ 2022 തൊട്ട് 2026 വരെ എന്ത് ചെയ്യും, പൈസ തരും. ആ പൈസ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ട് സ്കൂളുകൾ എന്ത് ചെയ്യുക, മെച്ചപ്പെടുത്തുക. എപ്പോഴും പൈസ കേന്ദ്രം തരില്ല. പിന്നീട് ആ സ്കൂളുകൾ നന്നായി നടപ്പാക്കണമെന്ന് ആരും ഉറപ്പുവരുത്തണം, നമ്മുടെ ആരാണ്, സംസ്ഥാനം ഉറപ്പുവരുത്തണം. ഇത്രയും കാര്യം അല്ലേ? അതെ. എങ്കിൽ നമ്മളിപ്പോ പഠിക്കാൻ പോകുന്ന ഒരു PM ശ്രീ സ്കൂളിലാണെന്ന് വിചാരിക്കും. PM ശ്രീ സ്കൂളിലുള്ള ഒരു കുട്ടിക്ക് സമഗ്രമായ വികസനത്തിലായിരിക്കും കേന്ദ്രീകരിക്കുക. സമഗ്രമായ വികസനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ക്രിട്ടിക്കൽ തിങ്കിങ്, വിമർശനാത്മക ചിന്ത. അപ്പോ ഒരു കാര്യം പറഞ്ഞു, എന്താണ് കാര്യം പറഞ്ഞത് ആക്ച്വലി? ചന്ദ്രനിൽ ആദ്യമായിട്ട് പോകുന്നത് നീൽ ആംസ്ട്രോങ് ആണെന്ന് പറഞ്ഞു. അപ്പൊ വിമർശനാത്മക ചിന്ത, നീൽ ആംസ്ട്രോങ് പോയത് വലതുകാല് വെച്ചിട്ടാണെങ്കിൽ ആദ്യമായി ഇടതുകാല് വെച്ചിട്ട് പോയത് ആരാണ്? ക്വസ്റ്റ്യൻ. അടുത്തത്, സർ നീൽ ആംസ്ട്രോങ് പോയത് ചന്ദ്രനിലാണെങ്കിൽ ചന്ദ്രനിൽ എങ്ങനെയാണ് കൊടി പറന്നത്? അവിടെ ഗ്രാവിറ്റി ഇല്ലല്ലോ, അപ്പൊ അമേരിക്കാർ നുണ പറയാണോ എന്ന് കുട്ടികൾ ചോദിച്ചു കഴിഞ്ഞാൽ അതെന്തായി, വിമർശനാത്മക ചിന്തയായി. അപ്പോ ഒരു PM ശ്രീ സ്കൂളിലെ കുട്ടിക്ക് ഉണ്ടാവേണ്ട ആദ്യത്തെ കാര്യം വിമർശനാത്മക ചിന്തയുണ്ടാവും. 2, സഹകരണം. അവരൊരു ടീം പ്ലെയർ ആയിരിക്കും. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ടീം പ്ലെയേഴ്സിനെയാണ് ആർക്ക് വേണ്ടത്, കോർപ്പറേറ്റ്സിന് വേണ്ടത്, അല്ലെങ്കിൽ എന്താ, ഒരു ജോലി സ്ഥലത്ത് വേണ്ടത്. ഒറ്റയ്ക്ക് എന്റെ മാത്രം കാര്യം ചെയ്ത് നടക്കാന്ന് പറഞ്ഞ ആളെ എന്ത് ചെയ്യണ്ട, അവർക്ക് വേണ്ട. അപ്പൊ PM ശ്രീ സ്കൂളിലെ കുട്ടിയുടെ രണ്ടാമത്തെ കഴിവ് എന്തായിരിക്കും, സഹകരണം. ഏറ്റവും ഇമ്പോർട്ടന്റും ആദ്യത്തെ കഴിവ് ആശയവിനിമയ കഴിവുകൾ, കമ്മ്യൂണിക്കേഷൻ. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ എത്രയുണ്ട്? കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടി എന്തുണ്ട്, കോൺഫിഡൻസ് ഇല്ല, നല്ല രീതിയിൽ സംസാരിക്കണം, എങ്ങനെ സംസാരിക്കാം എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങളുണ്ട്. കറക്റ്റ് അല്ലേ? അപ്പൊ നിങ്ങളൊരു PM ശ്രീ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങളുടെ 3 പ്രധാനപ്പെട്ട കഴിവുകൾ അവർ വളർത്തിയെടുത്തിട്ടുണ്ടാവും. നമ്പർ 1 കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയ കഴിവുകൾ. നമ്പർ 2 സഹകരണം. നമ്പർ 3 വിമർശനാത്മക ചിന്ത.
ഓക്കെ, ഈ കാര്യങ്ങൾ അവർ വളർത്തിയെടുത്തിട്ടുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് അധ്യാപന രീതികള് അനുഭവത്തിലൂടെയും അന്വേഷണത്തിലൂടെയും പഠിതാവിനെ കേന്ദ്രീകരിച്ചായിരിക്കും. ഓരോ കുട്ടിയെയും കേന്ദ്രീകരിക്കും. എന്തുകൊണ്ടാവും ഈ കുട്ടി സംസാരിക്കാത്തത്? ഈ കുട്ടിക്ക് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എങ്കിൽ എന്ത് ചെയ്യൂ? തുറന്നു പറയൂ, അനുഭവങ്ങൾ പറയൂ. ഓക്കെ അല്ലെ? അധ്യാപനം എന്ന് പറയുന്നത് മറ്റൊരു രക്ഷിതാവാണ്. അധ്യാപനം എന്ന് പറയുന്നത് എന്താ? ദൈവത്തിന് തുല്യമാണ്. മാതാപിതാ ഗുരു ദൈവം ആണല്ലോ. എങ്കിൽ ഒരു കുട്ടിയെ സ്കൂളിൽ പോയി പഠിപ്പിക്കുക എന്നത് മാത്രമല്ല PM ശ്രീ സ്കൂളിലെ അധ്യാപകന്റെ ചുമതല. PM ശ്രീ സ്കൂൾ അധ്യാപന ചുമതല എന്തായിരിക്കും? ഓരോ കുട്ടിയെയും മനസ്സിലാക്കുക, അനുഭവത്തിലൂടെയും അന്വേഷണത്തിലൂടെ എന്ത് ചെയ്യുക? പഠന രീതികൾ പിന്തുടരുക. ഓക്കെ അല്ലെ? എങ്കിൽ ഒരു PM ശ്രീ സ്കൂൾ ആണെങ്കിൽ ആധുനിക ലാബ് ഉണ്ടാവും, അവിടെ ലൈബ്രറി ഉണ്ടാവും, ആർട്ട് റൂം, കലയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ആർട്ട് റൂമുകൾ ഉണ്ടാവും. കൂടാതെ ജലസംരക്ഷണം, ഒക്കെ മാലിന്യ പുനരുപയോഗം തുടങ്ങിയ ഗ്രീൻ സംരംഭങ്ങൾ. അതായത് ആ സ്കൂൾ എന്തായിരിക്കും? മൊത്തത്തിൽ പച്ചയായിരിക്കും. പച്ച കളർ അടിച്ച സ്കൂൾ എന്നാണ് ഉദ്ദേശിച്ചത്? അല്ല മക്കളെ, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വേസ്റ്റ് ഡിസ്പോസൽ എല്ലാം പക്കയായിരിക്കും. ഓക്കെ, പ്ലാസ്റ്റിക് ഉപയോഗം ഉണ്ടാവില്ല. അങ്ങനെ പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ എന്ത് ചെയ്യും? നമ്മൾ ആ സ്കൂളുകളെ വളർത്തും. ഇതിനെ വിളിക്കുന്ന പേരാണ് PM ശ്രീ സ്കൂളുകൾ. ഇപ്പൊ മനസ്സിലായി? ഓക്കെ, അപ്പോ PM ശ്രീ സ്കൂളുകളിൽ ആധുനിക സൗകര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് ആധുനിക സൗകര്യം? സ്മാർട്ട് ക്ലാസ് മുറികൾ, കമ്പ്യൂട്ടർ ലാബുകൾ, ഇന്റഗ്രേറ്റഡ് സയൻസ് ലാബുകൾ, വൊക്കേഷണൽ ലാബുകൾ, സ്കിൽ ലാബുകൾ, അഡൽ ടിങ്കറിംഗ് ലാബുകൾ. ഓക്കെ അല്ലെ? എന്റെ അമ്മ ആകെ ലാബാണല്ലോ. അതെ, എല്ലാം പ്രാക്ടിക്കൽ ആയിട്ടാണ്. ഓക്കെ അല്ലെ? യഥാർത്ഥ ജീവിതത്തിലാണ് അറിവ്. സ്കൂളിൽ പഠിക്കുന്നത് പോലെയോ കോളേജിൽ പഠിക്കുന്ന പോലെയോ അല്ലല്ലോ ജീവിതം എന്ന് പറയുന്നത്. ജീവിതം എന്ന് പറയുന്നത് എന്താ? ഒരു കയ്പിന്റെ കടലാണ്. സാർ നിന്ന് പൈങ്കിളി പറയാതെ കാര്യം പറ. അതന്നെ യഥാർത്ഥ ജീവിതം പറഞ്ഞ ആകെ പ്രശ്നമാണ്. കറക്റ്റ് അല്ലേ? ഓക്കെ, എങ്കിൽ ആ യഥാർത്ഥ ജീവിതത്തിൽ ഒരു സാഹചര്യം വന്നു എങ്കിൽ എങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യും? ആ സാഹചര്യത്തെ ഉപയോഗിക്കും. ഒരു പോലീസുകാരൻ വന്നിട്ട് പറയാണ്, എന്താ പറയാ, നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പോ PM ശ്രീ സ്കൂൾ ഒരു കുട്ടിയാണെങ്കിൽ തിരിച്ചു ചോദിക്കും. ഓക്കെ, എന്താ? PM ശ്രീ സ്കൂൾ പഠിച്ച കുട്ടിയാണെങ്കിൽ തിരിച്ചു ചോദിക്കും, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ഓക്കെ, എന്നെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, മൗലിക അവകാശം ഉണ്ട്, എനിക്ക് എന്താണ് കാരണം അറിയണം, എന്റെ വക്കീലിനെ എന്ത് ചെയ്യണം? കോൺടാക്ട് ചെയ്യണം, ഞാൻ എപ്പോ വേണമെങ്കിൽ എന്താ പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് തിരിച്ചു പറയാനുള്ള ഒരു അറിവ് ആർക്കുണ്ടാവും? ആ PM ശ്രീ സ്കൂളിലെ കുട്ടിക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ കുട്ടിയെ ഉടനെ പോലീസ് എന്ത് ചെയ്യാൻ പറ്റില്ല? പേടിപ്പിക്കാൻ പറ്റില്ല. മനസ്സിലായ? അപ്പൊ യഥാർത്ഥ സാഹചര്യങ്ങളിൽ അറിവ് പ്രയോഗിക്കുന്ന കഴിവായിരിക്കുന്നുണ്ടാവുക ഈ അടിസ്ഥാന വിലയിരുത്തലുകളിലൂടെ കുട്ടിക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഒരു PM ശ്രീ സ്കൂൾ അവൻ യോഗ്യതയുള്ള സ്കൂൾ ഏതാണ്? ഒരു കേന്ദ്രീയ വിദ്യാലയം, നവോദയ വിദ്യാലയം എന്ന് വെച്ചാൽ ഒരു കേന്ദ്ര സർക്കാരിന്റെ സ്കൂൾ, ഒരു സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശ സർക്കാരിന്റെ സ്കൂൾ, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നിയന്ത്രിക്കുന്ന സ്കൂൾ, ഒരു KVS കേന്ദ്രീയ വിദ്യാലയ, ഒരു NVS നവോദയ വിദ്യാലയ തുടങ്ങിയ ഏത് സ്കൂൾ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ജോയിൻ ചെയ്യാൻ പറ്റും. ആർക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. സിമ്പിള്. ഓക്കെ, അത്രേ ഉള്ളൂ. എന്നാ പിന്നെ സാർ ഇങ്ങനെ എഴുതി കൂടെ? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ലൈൻ എഴുതിയിരിക്കുന്നത് ഇതാണ്. അപ്പൊ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത്. ഓക്കെ, ഒന്ന് SQAF. SQAF എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ ഗുണനിലവാര വിലയിരുത്തൽ ചട്ടക്കൂട്. എന്ന് വെച്ചാൽ പൈസ തന്നതിന് ശേഷം സ്കൂൾ എങ്ങനെ പെർഫോം ചെയ്യണം എന്ന് അറിയണം. ഓക്കെ, അതറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്നുണ്ടാവും, സ്കൂളിന് ടെസ്റ്റ് ഉണ്ടാവും. കുട്ടികൾ നന്നായി പഠിച്ചോ? സാർ അത് ഓൾറെഡി ഇവിടെ ടെസ്റ്റ് നടത്തുന്നുണ്ട്. അതല്ല. ഓക്കെ, മൊത്തത്തിൽ ടീച്ചർമാരല്ല കുട്ടികളൊക്കെ എന്ത് ചെയ്യും? ആ ടെസ്റ്റ് അനുസരിച്ച് സ്കൂളിൽ ഇതെല്ലാം ചെയ്തിട്ടുണ്ടോ? ഏതെല്ലാം ചെയ്തിട്ടുണ്ടാ? ലാബ് വേണ്ടേ? ഗ്രീൻ ടെക്നോളജി വേണ്ടേ? ഓക്കെ, സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്തണ്ടേ? ലൈബ്രറി വേണ്ടേ? ഓക്കെ, ജലസൗകര്യം വേണ്ടേ? ഇതെല്ലാം ചെയ്തിട്ടുണ്ടോ എന്ത് ചെയ്യും? നോക്കും. അതിനെ വിളിക്കുന്ന പേരാണ് SQAF, സ്റ്റാൻഡേർഡ് ക്വാളിറ്റി അസസ്മെന്റ് ഫെസിലിറ്റി. ഓക്കെ, സ്കൂൾ ഗുണനിലവാര വിലയിരുത്തൽ ചട്ടക്കൂട്. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ, എങ്കില് ഈ PM ശ്രീയിൽ പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങളും എന്താണ്? മികച്ച രീതി. ആരെങ്കിലും ബെറ്റർ ആയി ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ. ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ, അവനെ കണ്ടു പഠിക്കുക, അവളെ കണ്ടു പഠിക്കുക, നല്ലവനായ ഉണ്ണിയെ കണ്ടുപിടിക്കുക എന്ന് നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ. ഓക്കെ, അപ്പൊ ആ ഒരു നല്ലവനായ ഉണ്ണി ആരാന്ന് കണ്ടുപിടിക്കുന്ന ഒരു പരിപാടിയുടെ പേര് കൂടിയാണ് SQAF. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പൊ സ്കൂളിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി പോവാണ്. അയാളല്ലേ പറഞ്ഞ ആർക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാന്നുള്ളത്? ആർക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. പക്ഷെ ഓക്കെ, സ്കൂളുകളെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് 3 ഘട്ടമുണ്ട്. ഘട്ടം നമ്പർ 1, കേന്ദ്രവുമായി ധാരണ പത്രം ഒപ്പിടുന്നു.
ഇപ്പോ കേരളം ചെയ്തിരിക്കുന്നത് കേന്ദ്രവുമായി ധാരണാപത്രം ഒപ്പിട്ടിരിക്കുകയാണ്. ഓക്കെ അല്ലെ? അപ്പൊ ഒന്നാമത്തെ ഘട്ടമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇതൊരു ചലഞ്ച് മോഡിലാണ് ചെയ്യുന്നത്. ഘട്ടം 2 UDISC. എന്താ സാർ UDISC എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ. ഓക്കെ, അതിന്റെ കൂടെ ഡാറ്റ അടിസ്ഥാനമാക്കിയിട്ട് യോഗ്യമായ സ്കൂളുകളെ തിരിച്ചറിയുന്നു. അപ്പൊ ഒരു ഡാറ്റ ബുക്ക് ഉണ്ട്. ബുക്കിന്റെ പേരാണ് യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ. അതായത് ഈ സ്കൂളുകളിൽ ഒക്കെ PMC കൊണ്ടുവന്നാൽ ഗുണമുണ്ടാകുമോ, എങ്ങനെ ഉണ്ടാവും, ഈ സ്കൂളുകളിലെ കറന്റ് സിറ്റുവേഷൻ എങ്ങനെയാണ്, ഇപ്പോൾ പുറകിലാണോ മുമ്പിലാണോ, സ്കൂളുകളെ തെരഞ്ഞെടുക്കണോ എന്നെല്ലാം എന്ത് ചെയ്യും, ഘട്ടം 2 നോക്കും. എല്ലാ സ്കൂളും ഇല്ലല്ലോ, മൊത്തം രാജ്യത്താകെ 14,500 സ്കൂളേ ഉള്ളൂ. കറക്റ്റ് അല്ലേ? സ്റ്റേജ് 3 ഇതൊരു വെല്ലുവിളി നിറഞ്ഞ സ്റ്റേജ് ആണ്. ഇവിടെ എന്ത് ചെയ്യും, ആക്ച്വലി ഏത് സ്കൂളാണ് ബെറ്റർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നോക്കും. ഓക്കെ, അപ്പൊ എല്ലാ ജില്ലയിലെയും അല്ലെങ്കിൽ എല്ലാ സംസ്ഥാനത്തെയും ഏറ്റവും ബെറ്റർ ആയി പെർഫോം ചെയ്യുന്ന സ്കൂളുകൾക്കാണ് ഈ ഫണ്ട് കിട്ടുക. മനസ്സിലായ? ഓക്കെ അല്ലേ? അപ്പൊ ഇപ്പൊ നമ്മൾ കേരളം ചെയ്തിരിക്കുന്നത് ധാരണാപത്രം ഒപ്പിടുന്നു. ഇനി പ്രശ്നങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞാൽ കേന്ദ്രത്തിന് അവർ ഒരു ലിസ്റ്റ് അയച്ചു കൊടുക്കും. ലിസ്റ്റിന്റെ പേരാണ് UDISC. ഓക്കെ, ഡാറ്റ അയച്ചു കൊടുക്കും. എന്നിട്ട് അതിലിരുന്ന് കേന്ദ്രവും കേരളവും കൂടി ഇരുന്ന് സെലക്ട് ചെയ്യും ഏതൊക്കെ സ്കൂളുകളാണ് ഈ PM3യിൽ പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യും. ഓക്കെ, അതിനെ വീണ്ടും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എന്ത് കൊടുക്കുന്നതായിരിക്കും, പൈസ കൊടുക്കുന്നതായിരിക്കും. ഘട്ടം 1, ഘട്ടം 2, ഘട്ടം 3. മനസ്സിലായ? ഈ 3 ഘട്ടങ്ങളെ വിളിക്കുന്നവരാണ് ചലഞ്ച് മോഡ്. എടുത്തോ പിടിച്ചോ എന്നൊന്നും പൈസ കൊടുക്കില്ല. അതിനുള്ള കാരണം മൊത്തം എത്ര സ്കൂളെ പറഞ്ഞിട്ടുള്ളൂ, 14,500 സ്കൂളെ പറഞ്ഞിട്ടുള്ളൂ. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ, ഓക്കെ. എന്നിട്ട് സംസ്ഥാനങ്ങൾ, കേന്ദ്രപ്രദേശങ്ങൾ എന്നിവയുടെ ക്ലെയിം ഒക്കെ പരിശോധന ചെയ്യുന്നു, സ്കൂൾ ശുപാർശ ചെയ്യുന്നു. ഓക്കെ, ഒരു സെക്രട്ടറി ഉണ്ട്. ഓക്കെ, ആ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിദഗ്ധ സമിതി ആയിരിക്കും ഫൈനലായിട്ട് ഏതൊക്കെ സ്കൂളുകൾ ഇതിൽ വരിക എന്ന് എന്ത് ചെയ്യുക, നോക്കുക. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പൊ ഇത് എന്തിന്റെ ഭാഗമായിരുന്നു? ദേശീയ വിദ്യാഭ്യാസ നയം, NEP, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിരുന്നു. ഓക്കെ, നമുക്ക് 3 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ് ഉള്ളത്. ഒന്ന് 1968, ഒന്ന് 1986. അതിനുശേഷം മൂന്നാമത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ നയമാണ് ദേശീയ വിദ്യാഭ്യാസ നയം. 2020 എന്ന് പറയുന്നത്. ഇന്ത്യയെ ഒരു ആഗോള സൂപ്പർ പവർ ആക്കി മാറ്റുക എന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ ദേശീയ വിദ്യാഭ്യാസ നയം ലക്ഷ്യമിടുന്നത്. സാർ, വിദ്യാഭ്യാസത്തിലൂടെ എങ്ങനെയാ സൂപ്പർ പവർ ആവുക? എന്റെ മക്കളെ നന്നായി പഠിച്ച ആളുകളാണെങ്കിൽ എന്താ, ഇന്ത്യക്ക് അസറ്റ് ആണ്. കറക്റ്റ് അല്ലേ? ഓക്കെ, എങ്കിൽ അവരോട് എന്ത് ചെയ്യും, മാറ്റം ഉണ്ടാക്കും. സോഹോ ആപ്പ് വരുന്നില്ലേ, അറേട്ടൈ എന്ന് പറഞ്ഞിട്ട് വാട്സാപ്പിനെതിരെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നന്നായി പഠിച്ച വിദ്യാഭ്യാസം ഉള്ള ആളുകൾ ഇന്ത്യയിൽ വേണ്ടേ? അത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള നയമാണ് വിദ്യാഭ്യാസ നയം 2020. ഓക്കെ, ഇനി ഒരു പുതിയ വിദ്യാഭ്യാസ നയം വരുന്നവരെ വിദ്യാഭ്യാസ നയം തന്നെയായിരിക്കും ഉണ്ടാവുക, കറണ്ട് അഫയർ ഉണ്ടാവുക. അത്രയും കാര്യം ഒക്കെ അല്ലേ? അപ്പൊ 1968, 1986 ഇത്രയും കാര്യം ഒക്കെ ആണല്ലോ. എവിടം തൊട്ട് എവിടെ വരെയാ? പ്രീ പ്രൈമറി മുതൽ 12ാം ക്ലാസ് വരെ. ഓക്കെ, സാർവത്രിക വിദ്യാഭ്യാസ പ്രവേശനം എല്ലാവർക്കും എന്താ പറയുക, കയറാവുന്നതായിരിക്കും. 3 മുതൽ 6 വയസ്സുള്ള കുട്ടികൾക്ക് ബാല്യകാല പരിചരണവും വിദ്യാഭ്യാസവും ഉറപ്പു നൽകും. ബാല്യകാല പരിചരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ അമൃതം പൊടി കൊടുക്കുക, എക്സാം വേണ്ടി പറഞ്ഞാണ്. ഓക്കെ, മുട്ട കൊടുക്കുക, അവരുടെ എന്താ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുക, അവരെ ആരോഗ്യവാന്മാരായി നോക്കുക, ഇതൊക്കെ ചെയ്യാനുള്ള പരിപാടിയായിരിക്കും. ഓക്കെ, ഈ വിദ്യാഭ്യാസ നയപ്രകാരം 5+3+3+4 എന്നതാണ് ഘട്ടം ഉണ്ടാവുക. സർ, മനസ്സിലായില്ല? ഓക്കെ, 5 വയസ്സ് വരെയുള്ള ആളാണെങ്കിൽ അവരെ നമ്മൾ അടിസ്ഥാന വിഭാഗത്തിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, പിന്നെ 3 വയസ്സ് കൂടിക്കഴിഞ്ഞാൽ എന്തായി, തയ്യാറെടുപ്പിൽ 3 വയസ്സ് വന്നു. ഓക്കെ, മിഡിലിൽ എത്ര വന്നു, 3 വയസ്സ് വന്നു. സെക്കൻഡിൽ എത്ര വന്നു, 4 വയസ്സ് വന്നു. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ 5 വയസ്സിൽ അടിസ്ഥാനത്തിൽ ഇട്ടു, പിന്നെ ഒരു 3 വയസ്സ് തയ്യാറെടുപ്പിൽ ഇട്ടു, പിന്നെ ഒരു 3 വയസ്സ് മിഡിൽ സ്കൂളിൽ ഇട്ടു, പിന്നെ ഒരു 4 വയസ്സ് എന്ത് ചെയ്തു, സെക്കൻഡറി സ്കൂളിൽ ഇട്ടു. ഓക്കെ, എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ 3 മുതൽ 8 വരെ എന്ത് ചെയ്ത് നോക്കി, എന്നിട്ട് 8 to 11 നോക്കി, 11 to 14 14 to 18 എന്ന് വെച്ചാൽ 3 വയസ്സ് മുതൽ 8 വയസ്സ് ഒരു ഗ്രൂപ്പ്, 8 to 11 ഒരു ഗ്രൂപ്പ്, 11 to 14 വരെ ഒരു ഗ്രൂപ്പ്, 14 to 18 വരെ ഒരു ഗ്രൂപ്പ്. അപ്പൊ ആദ്യത്തെ 5 3 മുതൽ 8 വയസ്സ് വരെ ഇതിനെ വിളിക്കുന്ന പേരാണ് അടിസ്ഥാന വിദ്യാഭ്യാസം. ഓക്കെ, രണ്ടാമത്തെ 3
5+3 അല്ലേ, രണ്ടാമത്തെ 3-ല് 8 തൊട്ട് 11 വയസ്സ് വരെ. ഇവരെ വിളിക്കുന്ന പേരാണ് തയ്യാറെടുപ്പ് എന്ത് മീഡിയം. ഓക്കെ, 3-ല് 3 അല്ലേ, ഓക്കെ, മൂന്നാമത്തെ ഘട്ടത്തിൽ 3 അല്ലേ, അപ്പൊ 11 to 14, 11 to 14 വിളിക്കുന്നവരാണ് മിഡിൽ സ്കൂൾ. ഓക്കെ, പിന്നെയാണ് സെക്കൻഡറി. അപ്പൊ 14 മുതൽ 18 വയസ്സ് വരെ. ഇപ്പൊ നിങ്ങൾ എന്തായി, +2 ഒക്കെ കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോളേജിലേക്ക് പോകാം. ഓക്കെ, എങ്കിൽ ഇനി സയൻസ്, ഓക്കെ, ആർട്സ്, സ്പോർട്സ്, ഓക്കെ, കൊമേഴ്സ് എന്നുള്ള കാര്യങ്ങൾക്ക് എന്ത് ചെയ്യും, ഇല്ലാതാവും. ഓക്കെ, എല്ലാവരും എല്ലാം പഠിക്കുന്നതായിരിക്കും. മനസ്സിലായ? ഓക്കെ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യും, എല്ലാം പഠിക്കുന്നതായിരിക്കും. ഈ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുക. ഓക്കെ, ബഹുഭാഷാവാദം, 3 ലാംഗ്വേജ് ഫോർമുല. ഒരു ലാംഗ്വേജ് പഠിപ്പിച്ചാൽ പോലെ എന്ത് ചെയ്യണം, മിനിമം ഒരു 3 ലാംഗ്വേജ് പഠിക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സൗത്ത് ഇന്ത്യയിലാണെങ്കിൽ എന്ത് പഠിക്കണം, ഹിന്ദി പഠിക്കണം. ഇതാണ് ഭയങ്കര പ്രശ്നം. തമിഴ്നാട്ടിൽ എന്ത് പറ്റില്ല, ഹിന്ദി പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലെ? അങ്ങനെ ഇന്ത്യൻ ഭാഷകളുടെ ഉപയോഗവും പ്രോത്സാഹനവും എന്ത് ചെയ്യുന്നു, കൊണ്ടുവരുന്നു. ഓക്കെ, ഇതിനു വേണ്ടിയിട്ട് ഒരു നാഷണൽ അസസ്മെന്റ് സെന്ററും പരാക്കും ഉണ്ടാവും. എന്തിനാണ് നാഷണൽ അസസ്മെന്റ് സെന്റർ? ഇവര് പൈസ എല്ലാം വാങ്ങി പോയിട്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 കൊണ്ടുവന്നിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണ്ടേ. ഓക്കെ, ആ നോക്കാൻ വേണ്ടി ഒരു നാഷണൽ അസസ്മെന്റ് സെന്റർ ഉണ്ടാവും, എന്തുണ്ടാവും, പരാക്കും ഉണ്ടാവും. ഓക്കെ, എങ്കില് പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ ഉൾപ്പെടുത്തണ്ടേ? അതെ. ലിംഗം ഉൾപ്പെടുത്തൽ, പെൺകുട്ടികൾ ഉൾപ്പെടുത്തണ്ടേ? ട്രാൻസ്ജെൻഡറിനെ ഉൾപ്പെടുത്തണ്ടേ? അതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള എന്തുണ്ടാവും, ഫണ്ട് ഉണ്ടാവും, പ്രത്യേകമായിട്ടുള്ള വിദ്യാഭ്യാസ രീതികൾ ഉണ്ടാവും. ഓക്കെ, പെൺകുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരാൻ, അതേപോലെ ട്രാൻസ്ജെൻഡറിനെ മുന്നോട്ട് കൊണ്ടുവരാൻ, പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ കൊണ്ടുവരാൻ, BPL-നെ കൊണ്ടുവരാൻ, അതൊക്കെ ഉണ്ടാവും. ഓക്കെ, എങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്താലോ? ഓക്കെ, ഇത് ഹരിയാന PSC 2023 ക്വസ്റ്റ്യൻ ആണ്. PM ശ്രീ സ്കൂളുകൾക്ക് താഴെ പറയുന്ന സവിശേഷതകൾ ഏതൊക്കെയാണ് ഉള്ളത്? 1, ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുത്തി 14,500 അധികം സ്കൂളുകളെ ഗുണപരമായി ശക്തിപ്പെടുത്തുന്ന ഒരു കേന്ദ്രീകൃത പദ്ധതിയാണ്. അല്ലെ? 14,500 സ്കൂളുണ്ട്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ടുള്ളതാണ്. ഓക്കെ, എല്ലാ ഘടകങ്ങളെയും ഉൾപ്പെടുത്തിയാണ് എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്. 1 ശരിയാണ്. 2, പരിസ്ഥിതി സൗഹാർദ്ദമായ വശങ്ങൾ ഉൾപ്പെടുത്തി ആ സ്കൂളുകളെ ഹരിത സ്കൂളുകളായി വികസിപ്പിക്കും. അല്ലെ? ഗ്രീൻ സ്കൂളുകളെ വികസിപ്പിക്കും, ഒരു പ്രകൃതിക്കിണങ്ങുന്ന സ്കൂളുകളെ വികസിപ്പിക്കും. അത് ശരിയല്ലേ? 2 ശരിയാണ്. 3, കേന്ദ്ര സർക്കാർ മാത്രം കൈകാര്യം ചെയ്യുന്ന സ്കൂളുകളിൽ നിന്ന് നിലവിലുള്ള സ്കൂളുകളെ ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് PM ശ്രീ സ്കൂളുകൾ വികസിപ്പിക്കുന്നത്. കേന്ദ്ര സർക്കാർ മാത്രം കൈകാര്യം ചെയ്യുന്നതല്ലല്ലോ പഠിച്ചത്. 4, കേന്ദ്ര സർക്കാർ, സംസ്ഥാന കേന്ദ്രപ്രദേശ സർക്കാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, KVS, NVS എന്നിവ നിയന്ത്രിക്കുന്ന സ്കൂളുകളിൽ നിന്ന് നിലവിലുള്ള സ്കൂളുകളെ ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് ഉണ്ടാവുക PM ശ്രീ സ്കൂളുകൾ ഉണ്ടാക്കുക. കറക്റ്റ് അല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ ഏതാ തെറ്റ്? 3 തെറ്റാണ്. ഏതൊക്കെയാണ് ശരി? 1, 2, 4 ശരിയാണ്. അപ്പൊ 1, 2, 4 ഓപ്ഷനുള്ള എവിടെയാ? ഓപ്ഷൻ D ആണ് നമുക്ക് വരാൻ വേണ്ടി പോകുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? എങ്കിൽ അടുത്ത കാര്യം എന്താ പറയാമെന്ന് ആക്ച്വലി നമ്മൾ ഇത്ര നേരം പഠിച്ച കാര്യം ഏതാണ്? NEP. NEP-യിൽ എന്താണ് ആക്ച്വലി എന്നുണ്ടാവും? 5. ഓക്കെ, 3 വർഷം 2 വർഷം 5, പിന്നെന്താ 3 വർഷം, പിന്നെന്താ 3 വർഷം, പിന്നെന്താ 4 വർഷം. ഓക്കെ, ആദ്യം കുട്ടികളെ 3 വയസ്സാവുമ്പോൾ അംഗനവാടി, പ്രീ സ്കൂൾ, ബാലവാടിക അവിടെ ചേർക്കുന്നു. അപ്പൊ കുട്ടിക്ക് എത്ര വയസ്സായി ആക്ച്വലി? ഓക്കെ, 3 മുതൽ എന്തായി? 6 വയസ്സായി. ഓക്കെ, എന്നിട്ട് ക്ലാസ് 1-ലോ 2-ലോ ചേർക്കുന്നു. അപ്പൊ 6 മുതൽ എന്തായി? 8 വയസ്സായി. ഓക്കെ, എന്നിട്ട് എവിടെ ചേർക്കുന്നു? എന്താ പറയാ, ക്ലാസ് 3 to 5-ൽ ചേർക്കുന്നു. അപ്പൊ കുട്ടിക്ക് എത്ര വയസ്സായി? 8 മുതൽ 11 വയസ്സായി. അതിനുശേഷം 6 to 8-ൽ ചേർക്കുന്നു. എന്തായി? 11 to 14 വയസ്സായി. എന്നിട്ട് 9 to 12-ൽ ചേർക്കുന്നു. അപ്പൊ കുട്ടിക്ക് എന്തായി? 14 to 18 വയസ്സായി. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. ഇപ്പോൾ ഉള്ളത് എങ്ങനെയാണ് ആക്ച്വലി? 6 to 16 10 വർഷം ഒരുമിച്ച്, 2 വർഷം എന്താണ് ഡിഫറെന്റ്. പക്ഷെ ഇവിടെ ഫൗണ്ടേഷണൽ സ്റ്റേജ് ഉണ്ട്. ഓക്കെ, 5 വയസ്സ് വരെ ഫൗണ്ടേഷണൽ സ്റ്റേജ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ച മലയാളം തന്നെ. ഓക്കെ, അതില് ആക്ടിവിറ്റി ബേസ്ഡ് ആയിരിക്കും ഉണ്ടാവുക. കളിയല്ലേ പറഞ്ഞു കൊടുക്കുക. അതെ. പ്രിപ്പറേറ്ററി സ്റ്റേജ് ഉണ്ട്. അവിടെ എന്ത് ചെയ്യുക ആക്ച്വലി? ഇതേ ആക്ടിവിറ്റി തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ടും ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്നതായിരിക്കും. മിഡിൽ സ്റ്റേജ് ഉണ്ട്. അവിടെ എക്സ്പെരിമെന്റ് ആയിട്ട് ലേൺ ചെയ്യും. മാത്സ് പഠിക്കും, ആർട്സ് പഠിക്കും, സോഷ്യൽ സയൻസ് പഠിക്കും, ഹ്യൂമാനിറ്റീസ് പഠിക്കും. സെക്കൻഡറി സ്റ്റേജ് ഉണ്ട് 4. അത് മൾട്ടി ഡിസിപ്ലിനറി സ്റ്റഡി ഉണ്ടാവും, ക്രിട്ടിക്കൽ തിങ്കിങ് സ്റ്റഡി ഉണ്ടാവും, ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും, സ്റ്റുഡൻറ് ചോയ്സ് ഓഫ് സബ്ജക്ട് ഉണ്ടാവും. ഓക്കെ, എങ്കിൽ
ഇത് പ്രകാരം 5+3+3+4. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ, 3 വർഷം അംഗനവാടിയിലും ബാക്കി 12 വർഷം എന്താണ് സ്കൂളിലും ആയിരിക്കും ഉണ്ടാവുക. ഈ രീതിയിലാണ് പഠനം നടക്കാൻ വേണ്ടി പോകുന്നത്. NEP ഒന്നുകൂടി റെഡി ആയല്ലോ? അതെ, ഓക്കെ. NEPയിലുള്ള സ്കീമുകൾ 12 സ്കീമോടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതിലിപ്പോ കറണ്ട് അഫയർ ആയത് PM-ശ്രീ സ്കൂളാണ്. കാരണം നമുക്ക് ഇപ്പോ ഇതേ വന്നിട്ടുള്ളൂ. ഓക്കെ, സമഗ്ര ശിക്ഷ നമ്മൾ ഒരു ഇതൊന്നും നോക്കിയിട്ടുണ്ട്. ഓക്കെ, പ്രേരണ, ഓക്കെ, ഉല്ലാസ്, നിപുൺ ഭാരത് പദ്ധതി, NMM ആൻഡ് NPST, ഓക്കെ, വിദ്യാപ്രവേശ്, വിദ്യാഞ്ജലി, ദീക്ഷ, PM-E വിദ്യ, നിഷ്ത, PM പോഷൻ. അപ്പൊ ഇത്രയും പദ്ധതി ഉണ്ട്. ഓക്കെ, നമ്മൾ ഇത്രയും പദ്ധതി ഒന്നും നോർമൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, തിയറിയിലൊക്കെ ഒന്ന് പഠിച്ചു പോകുന്നതായിരിക്കും. കേന്ദ്ര പദ്ധതികൾ ഏതൊക്കെ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു പോകുന്നതായിരിക്കും. ഓക്കെ അല്ലെ, പദ്ധതികളൊക്കെ. പക്ഷെ ഇതിലിപ്പോ കറണ്ട് അഫയർ ഏതാ? PM-ശ്രീ സ്കൂളാണ്. അപ്പൊ PM-ശ്രീ സ്കൂൾ എന്ത് ചെയ്യണം, ഒന്നുകൂടി ബെറ്റർ ആയിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി നോക്കണം. ഓക്കെ, സമഗ്ര ശിക്ഷ എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. പ്രീ പ്രൈമറി സ്കൂൾ മുതൽ എന്ത് ചെയ്യുന്നു, ഒരു 12ാം ക്ലാസ് വരെ ക്വാളിറ്റി ഉറപ്പ് നൽകാവുന്ന ഒരു പരീക്ഷയാണ്. ഓക്കെ അല്ലെ? പ്രേരണ എന്ന് വെച്ചാൽ ഒരു റെസിഡൻഷ്യൽ പ്രോഗ്രാം ആണ്. ക്ലാസ് 9 തൊട്ട് ക്ലാസ് 12 വരെയുള്ള കുട്ടികൾക്കുള്ള ഒരു പ്രോഗ്രാമാണ്. അവർക്ക് എന്താ ഒരു വാല്യൂ ബേസ്ഡ് ലേണിങ്ങും ഒക്കെ ഒരു ടെക്നോളജി ബേസ്ഡ് ലേണിംഗും കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. ഉല്ലാസ് എന്ന് വെച്ചാൽ ഉല്ലാസിന്റെ കാലാവധി 2022 തൊട്ട് 27 വരെയാണ്. ഓക്കെ, 15 വയസ്സിൽ മുകളിലുള്ള കുട്ടികളെ എന്ത് ചെയ്യുന്ന ആക്ച്വലി ഡിജിറ്റൽ സ്കിൽസ് പഠിപ്പിക്കുക, അവർക്ക് എന്ത് ചെയ്യുക, എങ്ങനെയാണ് സൊസൈറ്റിയിൽ പാർട്ടിസിപ്പേഷൻ കൊടുക്കേണ്ടത് പഠിപ്പിക്കുക. ഇതെല്ലാം ചെയ്യേണ്ട പരിപാടിയുടെ പേരാണ് ഉല്ലാസ്. അപ്പൊ 4 പരിപാടിയായി. നിപുൺ ഭാരത് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2021 വന്നതാണ്. ഓക്കെ, എന്താന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ഒരു ഫൗണ്ടേഷൻ ലിറ്ററസി, ഒരു നോവൽ എഴുതാനും വായിക്കാനും ഒക്കെ ഉള്ള കാര്യവും ന്യൂമറസി, ഒന്ന് മാത്സ് കണക്ക് കൂട്ടാനുള്ള കാര്യവും എന്താ ഒരു ഗ്രേഡ് 3 ആകുമ്പോഴേക്ക് എത്തണം. ഒരു ബേസിക് കണക്ക് ചെയ്യാനും ബേസിക് കാര്യങ്ങൾ എഴുതാനും വായിക്കാനുള്ള കപ്പാസിറ്റി ഒരു ഗ്രേഡ് 3 ആകുമ്പോഴേക്ക് എന്ത് ചെയ്യണം, എത്തണം. NMM NPST. NMM എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ മിഷൻ ഫോർ മെന്ററിങ്. NPST എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ടീച്ചർ എന്നാണ്. ഓക്കെ, അതിൽ തന്നെ മനസ്സിലുണ്ടാവും. ഓക്കെ, ഒന്ന് കുട്ടികൾക്ക് ടീച്ചർമാർ എന്ത് കൊടുക്കുന്നു, മെന്റർഷിപ്പ് പ്രോഗ്രാം കൊടുക്കുന്നു, ഓരോ കുട്ടിയെയും മനസ്സിലാക്കുന്നു. NPST എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ടീച്ചർ ആണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആക്ച്വലി ഒരു ഗൈഡ് ലൈൻസ് കൊടുക്കുക. ഓക്കെ, എങ്ങനെയാണ് കുട്ടികളെ എന്ത് ചെയ്യുന്നത്, മെന്റർ ചെയ്യുന്നുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കുക. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം. അടുത്തത് വിദ്യാപ്രവേശ്, ഒരു 3 മാസം ഒരു പ്ലേ ബേസ്ഡ് ട്രാൻസിഷൻ മൊഡ്യൂൾ. ഓക്കെ, 1ാം ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ഒരു 3 മാസം കുട്ടികളെ കളിയിലൂടെയും കാര്യങ്ങളിലൂടെയും എന്ത് പഠിപ്പിക്കണം, 1ാം ക്ലാസ് എങ്ങനെയായിരിക്കണം എന്ന് പറയണം. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് 1ാം ക്ലാസ്സിൽ എന്ത് ചെയ്യാൻ പറ്റുന്നത്, കയറ്റി കൊണ്ടുപോകരുത്. കയറ്റിയാലും ഇങ്ങനെ ചെയ്യണം. മനസ്സിലായ? അടുത്താണ് വിദ്യാഞ്ജലി. വിദ്യാഞ്ജലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നല്ല നല്ല മനസ്സുള്ള ആളുകൾ ഉണ്ടാവും, NGOs ഉണ്ടാവും, കോർപ്പറേറ്റ്സ് ഉണ്ടാവും. അവരെല്ലാം സ്കൂളുകളെ ദത്തെടുക്കുന്നു, സ്കൂളുകളുടെ സൗകര്യങ്ങൾ എന്ത് ചെയ്യുന്നു, നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുന്നു. ഇതെല്ലാം ചെയ്യാൻ വേണ്ടി അവർ നോക്കുന്നതിന്റെ പേരാണ് വിദ്യാഞ്ജലി. ഓക്കെ, അടുത്ത പരിപാടിയുടെ പേരാണ് ദീക്ഷ. ഓക്കെ, ദീക്ഷ എന്ന് പറയുന്ന ഒരു നാഷണൽ പ്ലാറ്റ്ഫോം ആണ്. ഇവിടെ നമ്മൾ ടീച്ചർ ട്രെയിനിങ്ങിന്റെ റിസോഴ്സ് ഉണ്ടാവും. ടീച്ചർ ട്രെയിനിങ് റിസോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർമാർക്ക് എങ്ങനെ ചെയ്യേണ്ടത്, എന്താ പഠിപ്പിക്കണമെന്നൊക്കെ അറിയണ്ടേ. അതിനെന്തുണ്ടാവും, ഒരു പ്രോഗ്രാം ഉണ്ടാവും. PM-E വിദ്യ. ഓക്കെ, PM-E വിദ്യ എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ ഓൺലൈൻ ഓൺ എയർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആണ്. ഓക്കെ, ഇതൊരു 25 കോടി കുട്ടികൾ എന്ത് ചെയ്യും, ബെനിഫിഷ്യൽ ചെയ്യും. ഓക്കെ, ഡിജിറ്റൽ പ്രോഗ്രാം അല്ലേ. ഓക്കെ, അടുത്താണ് നിഷ്ത. ഇതെന്ന് പറയുന്നത് ടീച്ചർ ട്രെയിനിങ്ങിന്റെ ഇനീഷ്യേറ്റീവ് ആണ്. അതായത് അവർക്ക് എങ്ങനെ പഠിപ്പിക്കണം എന്ന് കൊടുക്കാനുള്ള ഒരു ഓൺലൈൻ പ്രോഗ്രാമാണ് നിഷ്ത എന്ന് പറയുന്നത്. അടുത്താണ് PM പോഷൻ. ഇത് നിങ്ങൾക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. കുട്ടികൾക്ക് എന്ത് കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, കുക്ക് മീൽസ് കൊടുക്കുന്നു. ഓക്കെ, എയ്ഡഡ് സ്കൂളുകളിലും ഗവൺമെന്റ് സ്കൂളുകളിലും എന്താണ് അവർ ന്യൂട്രീഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ മനസ്സിലായ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പറഞ്ഞാൽ എപ്പോഴും കറണ്ട് അഫയർ ആണ്. ഒരുപാട് പദ്ധതി അതിലുണ്ട്. ഓക്കെ, അതിൽ ഇപ്പൊ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പദ്ധതിയുടെ പേരാണ് PM-ശ്രീ സ്കൂൾ. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ, എങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്താലോ? ഓക്കെ, ഓൾറെഡി 2022 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദേശീയ വിദ്യാഭ്യാസ നയം NEP ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന നിരവധി ആവശ്യകതകളെ അഭിസംബോധന ചെയ്യുന്നു. കാരണം, ഒന്ന്, ഇത് ഉയർന്ന വിദ്യാഭ്യാസ നിലവാരം സ്ഥാപിക്കാൻ സഹായിക്കും. അല്ല, ഇന്ത്യ ഒരു സൂപ്പർ പവർ ആക്കാൻ വേണ്ടി സഹായിക്കുന്നത്. 2, ഇത് ഇന്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവരുടെ ക്യാമ്പസുകൾ വിദേശ രാജ്യങ്ങളിൽ സ്ഥാപിക്കുന്നതിനും വിദേശ സർവകലാശാലകൾക്ക് അവരുടെ ക്യാമ്പസുകൾ ഇന്ത്യയിൽ സ്ഥാപിക്കുന്നതിനും അനുവദിക്കും.
സാർ ഒന്നും പഠിച്ചില്ലല്ലോ. ഓക്കെ, ഇതാണ് നമ്മൾ അടുത്ത ക്ലാസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് NEP, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഡീറ്റെയിൽഡി ക്വസ്റ്റ്യൻ ആൻസറിലൂടെ മാത്രം പഠിക്കുന്നതായിരിക്കും. ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അപ്പൊ രണ്ടാമത്തെ ശരിയാണ്. NEP വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനം, NEP വന്നല്ലോ, അപ്പൊ NEP പ്രകാരം ഇന്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ക്യാമ്പസുകൾ വിദേശ രാജ്യങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, വിദേശ സർവകലാശാലയുടെ ക്യാമ്പസുകൾ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നമ്പർ 3, ഉയർന്ന ഗുണമേന്മയുള്ള പഠനത്തിനും ഗവേഷണത്തിനും കാരണമാകുന്നതിന് മൾട്ടി ഡിസിപ്ലിനറി വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുന്നു അല്ലേ? ഓക്കെ, ആർട്സ്, സ്പോർട്സ്, എന്താ പറയാ, സയൻസ്, ഇതെല്ലാം ഡിഫറൻഷിയേറ്റ് ചെയ്യാതെ, ഇതെല്ലാം മാറ്റി വെക്കാതെ എല്ലാം എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് പഠിപ്പിക്കാൻ വേണ്ടി നോക്കുന്നു. കറക്റ്റ് അല്ലേ? 3. 4, ആർട്സ്, സ്പോർട്സ്, ശാസ്ത്രം എന്നീ വിഭാഗങ്ങൾ തമ്മിലുള്ള വേർതിരിവില്ലാതെ എന്ത് ചെയ്യുന്നു, സദാ കേന്ദ്രീകരിക്കുന്നു. കറക്റ്റ് അല്ലേ? അപ്പൊ ഓപ്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി. 2 മാത്രമല്ല, ബി 1 മാത്രമല്ല, ഓക്കെ ഒരു മിനിറ്റ്, 2 മാത്രമല്ല, ബി 1 മാത്രമല്ല, 3ഉം 4ഉം മാത്രമല്ല, ഡി മുകളിൽ പറഞ്ഞ എല്ലാം എന്താണ്, ശരിയാണ്. ഓക്കെ, അപ്പൊ NEP ഓൾറെഡി ക്വസ്റ്റ്യൻ വന്നത് മനസ്സിലായല്ലേ? അപ്പൊ ഇനി വരാൻ പോകുന്ന എക്സാമ്പിൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. ഓക്കെ, PM3 നോക്കിയില്ലേ? ഓക്കെ, PM3 ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അടുത്ത ക്ലാസ്സിൽ, ഇതിന്റെ 16ാമത്തെ ക്ലാസ്സിൽ നമുക്ക് NEP എന്ത് ചെയ്യാം, വെറും ക്വസ്റ്റ്യൻ ആൻസറിലൂടെ മാത്രം പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ആ ക്ലാസ്സിൽ കാണുന്നവരെ ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ. ഓക്കെ, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, @Kiran PSC സ്റ്റഡി സർക്കിൾ. അതേപോലെ ടെലഗ്രാം എന്താ ജനറൽ PSC ഉള്ളതാണ്. അതേപോലെ ഡിഗ്രി PSCക്ക് @Kiran സ്റ്റഡി സർക്കിൾ ഡിഗ്രി എന്ന് പറയുന്നുണ്ട്, ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അതിലെന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്, ചോദിക്കാവുന്നതാണ്. അപ്പൊ ഇതേപോലെ ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരെ ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.